ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ സുപ്രഭാതം വെച്ചിട്ടാണ് ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ രാവിലെ എൻ്റെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു ചൂടുവെള്ളത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ രാവിലെ തന്നെ. അതിനുശേഷം ചേട്ടന് വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കുകയാണ്. ഇത് പാലൊന്നും ഒഴിക്കാതെ ഉള്ള ഓട്സാണ് കേട്ടോ. ഓട്സ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വെളുത്ത് നല്ല പാലൊക്കെ ഒഴിച്ച് കൂട്ടാവും. രാവിലെ തന്നെ ഓട്സ് ഉണ്ടാക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പുഡിങ് പോലെയൊക്കെയാണ് പുള്ളി കഴിക്കുന്നത്, പ്രോട്ടീൻ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ആദ്യം ഓട്സ് ഉണ്ടാക്കുക, അതിന് ശേഷമാണ് ഞാൻ ചായ ഇട്ടത്. അപ്പോൾ ചേട്ടനും ചായ കുടിക്കും. അത്ര സ്ട്രിക്റ്റ് ഡയറ്റൊന്നും അല്ല ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ചായയൊക്കെ കുടിക്കും കേട്ടോ. ഇത് പിന്നെ ആദ്യക്കൂട്ടിനും ചേട്ടന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയിലെ ബദാം കുതിക്കാൻ ഇട്ടതാണ്. എനിക്ക് ആദ്യക്കൂടെ വേണ്ടിയിട്ടുള്ള എന്താണത്, കോഴിക്കട്ടയാണ് കേട്ടോ ഇരിക്കുന്നത്. ആദ്യക്കൂട്ടം കഴിക്കത്തൊന്നുമില്ല, ചുമ്മാ രസം ഉണ്ടാക്കിയതാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ആദ്യക്കുള്ള മുന്തിരിങ്ങ എല്ലാം ഞാൻ വിനാഗിരിക്കകത്തിൽ 1-2 വട്ടം കഴുകി എടുത്തതാണ് കേട്ടോ. ഇത് ഈ വാഷിംഗ് മെഷീൻ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ പണി തന്നു, വാഷിംഗ് മെഷീൻ കേടായി. അതുകൊണ്ട് തന്നെ കൈ കൊണ്ടാണ് തുണിയൊക്കെ നനയ്ക്കുന്നത് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട്. ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഡിസംബറിലെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് ഏകദേശം 1 മാസമൊക്കെ ആവുന്നു. അപ്പോൾ ഇത് പഴയ വീഡിയോ ആണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ രാവിലെ ആദ്യക്കൂട്ടിനൊക്കെ എണീറ്റ് വന്നു, ആദ്യക്കൂട്ടിനുള്ള പാലൊക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ഡേ ആണ് കേട്ടോ, വീക്കെൻഡാണ്. അപ്പോൾ ചേട്ടനുണ്ട്, ചേട്ടനപ്പം ആദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. രാവിലെ അവൻ ഡ്രസ്സൊക്കെ തന്നെ മാറ്റിക്കോളും. ബ്രഷ് ചെയ്യിച്ചത് ചേട്ടനാണ്. അതിന് ശേഷം പാല് കൊടുക്കുവാണ്. അപ്പോൾ പാലെല്ലാം കുടിച്ചുകൊണ്ട് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ്. ഇത് ആദ്യക്കൂട്ടിന്. അപ്പോൾ ആദ്യക്കൂട്ടിന് വെറും വെള്ളത്തിനേക്കാളും ഇഷ്ടം അയമോദകം, ഒരു ടേസ്റ്റുള്ള വെള്ളം കുടിക്കാൻ അവന് ഇഷ്ടം. അതുകൊണ്ട് അയമോദകം ഇട്ട വെള്ളമാണ് ആദ്യക്ക്. എനിക്ക് ഉലുവ ഇട്ട വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉലുവ വെള്ളം കുടിക്കാറില്ല. ഇടയ്ക്കൊക്കെ ഉലുവ വെള്ളം കുടിക്കും. വയറിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് തോന്നുമ്പോൾ ഞാൻ ഉലുവ വെള്ളം കുടിക്കും. അത് മാറുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ വെറും വെള്ളമാണ് കുടിക്കാൻ എനിക്കിഷ്ടം. ആദ്യക്കിഷ്ടം അയമോദക വെള്ളം. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചു. അതിനുശേഷം ആദ്യക്കുള്ള അനാറെല്ലാം എടുത്ത് വെക്കുകയാണ്. ആദ്യക്ക് ഫ്രൂട്ട്സാണ് ഏറ്റവും ഇഷ്ടം. അത് കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങ് പുള്ളി പോകുന്നത്. വെള്ളമെല്ലാം തിളച്ചൊക്കെ റെഡിയായി. അപ്പോൾ 2 വെള്ളവും ഞാൻ തിളപ്പിച്ചു അങ്ങോട്ട് നീക്കി വെച്ചേക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കത്തുള്ളൂ കേട്ടോ, ബാക്കി ഞാൻ നോർമൽ വെള്ളമാണ് കുടിക്കാറുള്ളത്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് എഗ്ഗും അനാറും ഒക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഒരു ദോശയുടെ പകുതി എന്തോ കഴിച്ചു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്തോ നോക്കമ്മേ എന്നും പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കി എന്തോ ഒരു സാധനം എന്നെ അടുക്കളയിൽ നിന്ന് വിളിച്ചുകൊണ്ട് കാണിച്ചത്. ഇതൊക്കെയാണ് ഇവിടെ ജോലികളൊക്കെ. പുള്ളിക്ക് പല ടൈപ്പ് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പല പാർട്സുകളും ഇപ്പോൾ ഇല്ല കേട്ടോ. ചീത്തയാവുന്ന ഓടിയുന്നതൊക്കെ ഞാൻ നേരത്തെ സൂക്ഷിച്ചു നോക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാം എടുത്ത് കളയും. കാരണം ഇവിടെ കണ്ടമാനം കളിപ്പാട്ടങ്ങളുടെ പീസൊക്കെ നമ്മുടെ കാലിൽ കുത്തി കയറുക. അതുകൊണ്ട് തന്നെ പൊട്ടിക്കുന്നത് അപ്പോഴേ ഞാൻ എടുത്ത് കളയും. നേരത്തെ കളയത്തില്ലായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടിൻ്റെ അതുമണി ഞാൻ മാറ്റി വെക്കുമായിരുന്നു, ഇപ്പം ഞാൻ കളയും. അങ്ങനെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആദ്യമേ കുളിപ്പിച്ചതിന് ശേഷമാണ് പീഡിയാഷുർ കൊടുക്കുന്നത്. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് പൊതുവെ താമസിച്ച് എണീറ്റുകൊണ്ട് ആൾക്ക് ഉറങ്ങാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു മണിക്കൂറോളം കഷ്ടി കിടന്ന് ഉറങ്ങി. ആ സമയം കൊണ്ട് തന്നെ ഞാൻ അരിയെല്ലാം കുതിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഒരു 10 മിനിറ്റ് കുതിത്തിന് ശേഷമാണ് ഞാൻ എപ്പോഴും അരി വേവിക്കാൻ വെക്കാറുള്ളത്. അതായത് ബീഫാണ്. അപ്പോൾ ബീഫും ചിക്കനും ഒക്കെ ആണെങ്കിൽ ചേട്ടൻ അങ്ങ് വെച്ചോളൂ കേട്ടോ. ചേട്ടനാണ് അതിൻ്റെ എക്സ്പേർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സമാധാനമുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്ന, ചുവന്ന ചീര. അത് നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിനകത്ത് കഴുകിയതാണ്. എന്നിട്ട് കട്ടിംഗ് ബോർഡ് വെച്ച് ഇങ്ങനെ അങ്ങ് അരിയും. വളരെ എളുപ്പമാണ്. നേരത്തെ ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ അരിയുന്നത്. അപ്പോൾ നമ്മുടെ കൈയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കഴിക്കും. ഇപ്പോൾ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും ചീരയൊക്കെ ഇങ്ങനെ കട്ടിംഗ് ബോർഡ് വെച്ച് അരിയുമ്പോൾ. അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചീരത്തോരനൊക്കെ ഞാൻ അരിഞ്ഞ് മാറ്റി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പെട്ടെന്നാട്ടെ എനിക്ക് ബീഫ് അരിയണം. ചേട്ടന് കട്ടിംഗ് ബോർഡില്ലാതെ ഒരു ജീവിതമില്ല. അപ്പോൾ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചേട്ടൻ അരിയത്തുള്ളൂ. ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ അവിടെ നിന്നൊക്കെ ഓരോ വായിക്കത്ത് വെള്ളം വരുന്നത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് തിന്നുകയാണ്. ചേട്ടനും ഓരോന്നൊക്കെ വായിക്കത്ത് വെച്ച് കൊടുക്കും, എന്നെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി കേട്ടോ. ആ സമയം കൊണ്ട് ചേട്ടൻ ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. നന്നായിട്ട് ബീഫും ചിക്കനും ഒക്കെ ചേട്ടൻ ഉണ്ടാക്കും കേട്ടോ. ഞാനുണ്ടാക്കി അത്ര ശരിയാവത്തില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓക്കെ ആയിക്കോളൂ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും വെജിറ്റേറിയൻ കറികൾ ഉണ്ടാക്കാനാണ് എനിക്ക് കുറച്ചുകൂടെ ഞാൻ എക്സ്പേർട്ട്. നോൺ വെജ് എനിക്ക് അത്ര വശമില്ല.
എനിക്കിഷ്ടം. കാരണം എനിക്കിഷ്ടം വെജിറ്റബിൾ കറികളാണ്, അതുകൊണ്ടാണ് എനിക്ക് അതിലോടാണ് താല്പര്യം കൂടുതലും. അപ്പോൾ ബീഫിൻ്റെ കൂടെ തന്നെ നമുക്ക് മോരുകറി വേണം, പുളിശ്ശേരി അല്ല മോരുകറി. അപ്പം തൈര് കട്ടിക്കെടുത്ത് നല്ല കട്ടിക്ക് തന്നെ അടിച്ചെടുത്തിരിക്കുകയാണ്. നമ്മുടെ സാധാരണ മോരുകറിയുണ്ട്, തേങ്ങ അരച്ചുള്ള പുളിശ്ശേരി ഒന്നുമല്ല, മോരുകറിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന മോരുകറിയാണ്. അപ്പോൾ ഞാൻ അത് ഒരു സൈഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ബീഫ് കുക്കറിനകത്ത് ചേട്ടൻ വേവിച്ചെടുത്തു. അത് എല്ലാം അരപ്പൊക്കെ ചേർത്തിട്ട് ചീനിച്ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് അപ്പുറത്ത് ആവുന്നുണ്ട്, ഇപ്പുറത്ത് മോരുകറി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും റെസിപ്പീസൊന്നും ഒന്നിൻ്റെയും കാണിച്ചിട്ടില്ല, കാരണം എല്ലാവർക്കും എല്ലാം അറിയാമല്ലോ, ഇഷ്ടംപോലെ കുക്കിംഗ് ചാനലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ചുമ്മാ രസം. ഇത് സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് മൊത്തത്തിൽ പറയാകത്തില്ല, എൻ്റെ ഡേയിൽ എന്തെല്ലാം പാചകങ്ങൾ ചെയ്യുന്നതാണ് ഈ വീഡിയോക്കകത്തുള്ളത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിശാലമായിട്ടുള്ള പാചകം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചീരത്തോരന് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ എടുക്കുന്നത്. അപ്പോൾ ചുമന്ന ചീര തോരൻ വെക്കുവാണെങ്കിൽ ഞാൻ തേങ്ങയുടെ കൂടെ മുളക് പൊടിയും കൂടെ, അപ്പോൾ ചുമന്ന ആ ഒരു നിറം വരും. പച്ചച്ചീരയാണെങ്കിൽ ഞാൻ മഞ്ഞൾ മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചീരത്തോരൻ്റെ അരപ്പെല്ലാം റെഡിയായി. ആ സമയം കൊണ്ട് ചീരയൊക്കെ അരിഞ്ഞ് നേരത്തെ വെച്ചായിരുന്നു കേട്ടോ. പിന്നെ കടുവൊക്കെ വറുത്ത് അപ്പുറത്ത് കലത്തിനകത്തിൽ ചോറാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഒരു കുക്കറിനകത്തിൽ ബീഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ അരി അങ്ങ് കലത്തിനകത്താണ് വെച്ചത്. അപ്പോൾ എനിക്ക് 2 കുക്കറുണ്ടായിരുന്നു. ഒരു കുക്കർ ചീത്തയായി. ചീത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗാസ്കറ്റ് ഭയങ്കര ലൂസായിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കലത്തിനകത്ത് നമ്മുടെ മറ്റേ ആ ഒരു ഇതില്ലേ, റൈസ് വെക്കുന്ന റൈസ് കുക്കറോ മറ്റേ അടച്ചൊക്കെ വെക്കുന്ന അതിൻ്റെ കലമാണ് കേട്ടോ ഇത്. എനിക്കെൻ്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന്. അതിൻ്റെ കലത്തിനകത്താണ് ഞാനങ്ങനെ റൈസ് വെച്ചത്. അങ്ങനെ ബീഫ് റെഡിയായി, ചീരത്തോരൻ റെഡിയായി, മോരുകറി റെഡിയായി, ചോറ് റെഡിയായി. അപ്പം പപ്പടവും കൂടെ കാച്ചിയാണ്. കുക്കറിനകത്ത് വെക്കാത്തതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് റൈസ് കിട്ടിയിട്ടുണ്ട്. എത്ര നല്ല അടിപൊളിയായിട്ട് ഞാൻ കുക്കറിനകത്ത് എനിക്ക് നല്ല പശപ്പില്ലാതെ നല്ല സൂപ്പറായിട്ട് റൈസ് കിട്ടും കേട്ടോ. പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ കുക്കറിനകത്താണല്ലോ ഉണ്ടാക്കിയെന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ കലത്തിനകത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മനസ്സുഖമുണ്ട് കേട്ടോ. അതൊന്ന് വേറെ തന്നെയാണ്. ആ സമയം കൊണ്ട് ചേട്ടനാണെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ നാരങ്ങ വെള്ളം എല്ലാം കുടിച്ചു. ഇല്ല, ചോറുണ്ടതിന് ശേഷമാണ് കേട്ടോ നാരങ്ങ വെള്ളം കുടിച്ചത്. മൊത്തത്തിൽ കാരണം ഇത് ഡിസംബറിലെ വീഡിയോ ആണ്. എന്നോ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടതാണ്. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇങ്ങനൊരു വീഡിയോ ഉണ്ടെന്ന് തന്നെ. അതാണ് കേട്ടോ അങ്ങനൊരു പ്രശ്നം വന്ന്. ചോറ് കഴിച്ചതിന് ശേഷമാണ് നാരങ്ങ വെള്ളം കുടിച്ചത്. ചോറ് കഴിക്കുന്ന ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതോ ഇനി എടുത്ത് ഡിലീറ്റ് ചെയ്യാമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ ചോറെല്ലാം ഉണ്ട്, നാരങ്ങ വെള്ളം എല്ലാം കുടിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഈവനിങ് ടൈമാണ്. അപ്പോൾ തലേ ദിവസം തന്നെ വാങ്ങിച്ച ഒരു ടൈപ്പ് മിക്സ്ഡായിട്ടുള്ള മിക്സ്ചർ എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നതിനാണ് കണ്ടത്. അതിന് ശേഷം ചായയൊക്കെ കുടിച്ചു. ഈവനിങ് ടൈമാണ്. അടുക്കള മൊത്തത്തിൽ, കാരണം വീക്കെൻഡ് ഡേയ്സിൽ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഞാൻ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് വൈകിട്ടാവണം പിന്നെ മൊത്തത്തിലൊന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുക്കള ഫുള്ള് നീറ്റാക്കുകയാണ്. എൻ്റെ അടുക്കള എപ്പോഴും നല്ല നീറ്റായിരിക്കും കേട്ടോ. ചേട്ടൻ എപ്പോഴും പറയും ഇവിടെ വൃത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള വൃത്തിയാക്കി ഇടുക എന്നുള്ള മാറ്റം. ബാക്കി എല്ലാ റൂമും വളരെ അലമ്പായിരിക്കും, പക്ഷേ അടുക്കള എൻ്റെ നീറ്റായിരിക്കും. ചേട്ടൻ പറയും ഒരു വെറും തുണി ഇട്ട് വേണമല്ലോ ഇവിടെ അടുക്കളയിൽ കിടക്കുക, അത്രയ്ക്ക് നീറ്റാണ് അവിടെ അടുക്കളയെന്ന്. കാരണം ബാക്കിയുള്ള റൂമിലൊക്കെ തുണിയൊക്കെ വാരി കുന്നു കൂട്ടിയിട്ടാലും പക്ഷേ എൻ്റെ അടുക്കള ബേസിക്കായിട്ട് നമുക്ക് അടുക്കളയിൽ നല്ല നീറ്റ്നെസ് വേണ്ട. ഞാൻ പറയും ചേട്ടൻ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടാവും അവിടെ ഏറ്റവും ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോഴേ ചേട്ടൻ പറയുന്നത് നീറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും നീറ്റായിട്ട് അറിയാമല്ലോ. നീ അടുക്കള മാത്രം വൃത്തിയാക്കാൻ പറയാം, ഓടിപ്പോയി അടുക്കള അടയ്ക്കുന്നത് മാത്രമല്ല വൃത്തി, ബാക്കിയുള്ള റൂം കൂടെ ഒന്ന് വൃത്തിയാക്കാമെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പം അടുക്കള എന്തോ എനിക്ക് ഭയങ്കര ഒരു വികാരമാണ്. എൻ്റെ അടുക്കള എപ്പോഴും നീറ്റായിരിക്കും കേട്ടോ. അടുക്കളയിലോട്ട് ഞാൻ ഏത് പാതിരാത്രിയിലും ആര് വന്നോളൂ, എനിക്ക് ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ ഫ്രണ്ടിലെ മുറി ബാക്കിയുള്ള മുറികൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ. എനിക്ക് അതൊക്കെ എനിക്ക് വൃത്തിയാക്കാൻ ഇച്ചിരി മടിയാണ്. പക്ഷേ അടുക്കള എനിക്ക് നീറ്റാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുക്കളയെല്ലാം നീറ്റാക്കി അതിന് ശേഷം മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുന്തിരിക്കൊക്കെ കത്തിച്ച് വെച്ചു. പിന്നെ ഗ്യാസ് ഇത്രയും അഴുക്കാവാൻ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പഴയ ദോശക്കല്ലുണ്ടായിരുന്നു. അത് ഞാനൊന്ന് മയക്കിയിട്ട് കുറേ നാളായിട്ട് മാറ്റി ഇട്ടേക്കുമായിരുന്നു കേട്ടോ, ഒട്ടിപ്പിടിക്കുന്ന കാരണം. അതൊന്ന് മയക്കിയൊക്കെ എടുത്തു, പക്ഷേ ശരിയായില്ല. അത് ദോശയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് കരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാവിലെ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ കൊഴുക്കട്ട ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഒന്ന് പാളിപ്പോയായിരുന്നു രാവിലെ.
പിന്നെ പാളിയ കഥകളൊന്നും ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് നിറച്ച അഴുക്ക് ഞാൻ ഉരച്ചിട്ടതിൻ്റെ ആ കരിയെല്ലാം ഗ്യാസിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് നീറ്റാക്കി. ആ സമയം കൊണ്ട് ചേട്ടൻ പറഞ്ഞു ബീഫാണല്ലോ എന്നാൽ പൊറോട്ട പോയി വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടനും ആദിക്കുട്ടനൂടെ സഫീർ എന്ന് പറഞ്ഞ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത് ഒരു ബോക്സായിട്ട് ചേട്ടൻ ഇത് ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഞാൻ ആദ്യം ചേട്ടൻ ഇത് മുട്ടായി ആണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചു വന്നത്. പക്ഷേ മുട്ടായി അല്ല, ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒരു ചോക്ലേറ്റ് ലെയർ വന്നേക്ക്, ചോക്ലേറ്റ് ആൻഡ് കാരമൽ ലെയർ വന്നേക്കാണ് കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ല സാധനമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ആദ്യക്കൊണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയം കൊണ്ട് ചേട്ടൻ പറഞ്ഞിട്ട് നീ ബീഫ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് അതാകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്വാദ് വരും ബീഫൊക്കെ പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ബീഫിന്. അങ്ങനെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം ബീഫ് കൂടെ അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മൂത്തോന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് മൂത്തില്ല, കാരണം ബോണോടുള്ള ടൈപ്പ് ബീഫായിരുന്നു കേട്ടോ. അങ്ങനെ ബീഫൊക്കെ സെറ്റായി. പൊറോട്ടയൊക്കെ നമ്മളൊന്നുകൂടെ ഒന്ന് ചുട്ടൊക്കെ എടുത്തു. ഈ അടിക്കാത്ത പൊറോട്ടയുടെ എനിക്ക് അത്ര ഒരു താല്പര്യമില്ല കേട്ടോ. എനിക്ക് എപ്പോഴും കടയിൽ നിന്ന് അടിച്ച് കിട്ടുന്ന പൊറോട്ടയോടാണ് ഇഷ്ടം. ചേട്ടനും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇപ്പം നമ്മൾ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ പൊറോട്ടയൊക്കെ ചുട്ടു, ബീഫൊക്കെ കൂട്ടി രാത്രിയിലും ഡിന്നറൊക്കെ കഴിച്ചു. ഇങ്ങനെയൊക്കെ വീക്കെൻഡ് ഡേയ്സിലേ ഉള്ളൂ കേട്ടോ, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊന്നും അല്ല. അപ്പോൾ പൊറോട്ടയൊക്കെ കഴിച്ചതിന് ശേഷം പൊറോട്ട ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, ഉണ്ടാക്കി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഈ ബ്രാൻഡും കൊള്ളത്തില്ലായിരുന്നു, വളരെ മോശം പൊറോട്ടയായിരുന്നു കേട്ടോ. അങ്ങനെ പൊറോട്ടയൊക്കെ ഇട്ടതിന് ശേഷം ചേട്ടൻ പറഞ്ഞൊരു കാപ്പിയൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാപ്പിയൊക്കെ ഇട്ടു. കരിപ്പട്ടി കാപ്പിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ കാപ്പിയൊക്കെ ഇട്ടു കുടിച്ചു. പിറ്റേ ദിവസം ചേട്ടൻ വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടന് പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡും ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെക്കും. അങ്ങനെ ചേട്ടന് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസൊക്കെ സെറ്റാക്കി വെച്ചു. അതിനുശേഷം ചേട്ടന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് ചിക്കൻ ഉണ്ടാക്കിയായിരുന്നു. അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ഇടാം കേട്ടോ. അതാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാഞ്ഞത്. എൻ്റെ ഒരു കണ്ടൻറ്റ് അങ്ങ് കൂടെ കയറി വരത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് വേറെ കണ്ടൻറ്റ്. അപ്പോൾ ഇതാണ് ചേട്ടനുള്ള ഡയറ്റ് ഫുഡ്. ഇത് 2 നേരത്തേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഡപ്പയ്ക്കകത്തിൽ ഇത് സെയിം രണ്ടും ഒരേ സാധനം തന്നെയാണ്. 2 ഡപ്പയ്ക്കകത്ത് 2 നേരത്തേക്ക് എടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ചേട്ടനുള്ള ഫുഡൊക്കെ സെറ്റാക്കി വെച്ചു. കിച്ചണൊക്കെ തൂത്ത് ഉടച്ചു, നീറ്റാക്കി. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ.